നമസ്തേ. ശബ്ദധാരാവലിയിൽ ശ്രീകണ്ഠേശ്വരം ഗുരു എന്നതിന് ഗുശബ്ദം അന്ധകാരം താൻ രുശബ്ദം തന്നിരോധകം, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുക എന്നത് ഒരു ഗുരുവിൻ്റെ കടമ, ആത്യന്തികമായ ലക്ഷ്യം, അല്ലെ ഗുരു അതായിരിക്കണം എന്ന് പറയുന്നത് പോലെ ഞാൻ പഠിച്ച തേക്കുതോട് ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ ചുവരിൽ എഴുതി വെച്ചിരുന്ന ഒരു വാചകം ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ജീവിതത്തിൽ ഒരാപ്തവാക്യമായിട്ട് കൊണ്ടു നടക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അധ്യാപകനാണ്. എ പുവർ ടീച്ചർ കംപ്ലയിൻസ്, ആൻ ആവറേജ് ടീച്ചർ എക്സ്പ്ലെയിൻസ്, എ ഗുഡ് ടീച്ചർ ടീച്ചേഴ്സ് ആൻഡ് എ ഗ്രേറ്റ് ടീച്ചർ ഇൻസ്പയേഴ്സ്. അങ്ങനെ പ്രചോദനാത്മകമായി പ്രവർത്തിക്കാൻ കഴിയുന്ന, അധ്യാപനം നടത്താൻ കഴിയുന്ന ഒരു അധ്യാപകനാകാനുള്ള ശ്രമവും ആഗ്രഹവുമാണ് മുന്നോട്ട് നയിക്കുന്നത്. പരമ്പരാഗതമായ ശൈലിയിൽ പാഠപുസ്തകം വായിച്ച് അർത്ഥം പറഞ്ഞു കൊടുക്കുന്ന കേവലം അധ്യാപനത്തിൽ നിന്നും ക്ലാസ് മുറിയുടെ 4 ചുവരുകൾക്ക് പുറത്തേക്ക് അറിവിൻ്റെ വികസ്വരമായ ചക്രവാളം കുട്ടികളെ കാത്തിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പുതിയ കാലത്ത് അവരാഗ്രഹിക്കുന്ന രീതിയിൽ കാലികമായി മാറ്റങ്ങൾ വരുത്തി അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു അധ്യാപനമാണ് അവരിൽ നിറയുന്നതും അധ്യാപകൻ അവരോടൊപ്പം ചേരുന്നതും അധ്യാപകനും കുട്ടിയും ഒരേപോലായി അങ്ങനെ ഗുരുവും ശിഷ്യനും പഠനത്തിലും പാഠ്യേതര കാര്യങ്ങളിലും പാഠ്യാനുബന്ധ കാര്യങ്ങളിലും സമഞ്ജസമായും സമ്മോഹനമായും സാർത്ഥകമായും സമ്മേളിക്കുന്ന ഒരു ഗുരുശിഷ്യ ബന്ധവും അധ്യാപനവുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാനത്താകെ വറുത്തുപ്പേരി ഒത്ത നടുക്കൊരു പപ്പടവും. ഈ താളത്തിൽ നിങ്ങൾ പുസ്തകത്തിൽ വായിച്ച ആ പാട്ടിനെല്ലാം ബന്ധമുണ്ടോ? എങ്ങനെ പറയാൻ പറ്റും? തറി പറഞ്ഞപ്പോൾ ഞാനൊരു ശൈലി പറഞ്ഞല്ലോ, അതെന്തുമായിരുന്നു? ആ ഊടും പാവും. ഊടും പാവും. പാവ് എന്ന് പറഞ്ഞാൽ ഈ നെടിയ സൈഡിൽ വരുന്നതാണ്. ഊടും എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഈ നെയ്യുന്നത്, കുറുകെ പോകുന്ന നൂല്, ഓടി നടക്കുന്നത്. ഈ നൂല് തെക്കോട്ടും വടക്കോട്ടും പോകുമെന്ന് പറയും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നൂല് പോയാലേ മുണ്ടാകത്തുള്ളൂ.